ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞങ്ങൾ കുറച്ച് ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇടയ്ക്ക് ചീര നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് ഇടയ്ക്ക് കൊത്തി കളച്ച് ചീര ഇടാൻ വേണ്ടി ആണ്. കൂടുതലായിട്ടൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ വാഴ നിൽക്കുന്ന ഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ റെഡ് ലേഡി പപ്പായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ചീര ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൊത്തി കളച്ചിട്ടിട്ട് അതൊന്ന് തട്ടി നിരത്തി നല്ല കട്ടയൊക്കെ ഉടച്ച് നല്ല പോലെ പരുവപ്പെടുത്തി എടുക്കുകയാണ്. ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ചീര കൃഷി ചെയ്യുന്നുള്ളൂ. ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ വിപുലമായിട്ട് ചീര കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാം നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. ഇനി വളം ഇടുകയാണ്. ആട്ടും കാഷ്ടവും കോഴിവളം കൂടെ ഉണക്കി പൊടിച്ചതാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് മൊത്തത്തിൽ ഒന്ന് വാരി എല്ലായിടത്തും ഇട്ടതിന് ശേഷം മാന്തിക്കൊന്ന് വലിച്ച് റെഡിയാക്കിയതിന് ശേഷമാണ് ചീരവിത്ത് പാവുന്നത്. അപ്പോൾ വളം ഇടുകയാണ്. ഇത് റെഡ് ലേഡി പപ്പായയാണ്. ചീരവിത്ത് പാവാണ്. അത് ചീരവിത്തും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് പാവുന്നത്. റെഡ് ലേഡി പപ്പായ നട്ടിരിക്കുന്ന സ്ഥലത്ത് ചീരവിത്ത് ആവുകയാണ്. തൽക്കാലം ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ ചീര ഇടുന്നുള്ളൂ. ഇത് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തും ചീര ഇടും. ചീര വിത്ത് പാകി കഴിഞ്ഞ് ഇനി വെള്ളം അടിച്ച് നനച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ചീര വിത്തെല്ലാം ഉറുമ്പ് കുറയ്ക്കൊണ്ട് പോകും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം അടിച്ച് നനച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എന്നും രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കണം.
അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.